നമസ്കാരം. ഭജഗോവിന്ദം എന്ന് തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗ്രഹ എന്ന സംസ്കൃത കൃതിയുടെ 7ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ രചിച്ചിരിക്കുന്നത് പ്രൊഫസർ എം ഗീതാദേവി, ആലാപനം MP രാമദാസ്. ഇപ്പോൾ കേൾക്കാം ഭജഗോവിന്ദം. ശ്ലോകം 25. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയഗോഹം ആത്മജ്ഞാനവിഹീനാമൂഢാ തേ പച്യന്തെ നരകനിഗൂഢാ. പരിഭാഷ: കാമം പ്രകോപത്തൊടതീവമോഹം ത്യജിച്ചു നിൻ സത്തയറിഞ്ഞിടേണം. ബ്രഹ്മത്തെ നീയൊട്ടറിയാതിരുന്നാൽ ദുഃഖിക്കുമീവൻ നരകത്തിലെന്നും. സാരം: ഭോഗാസക്തി, കോപം, അത്യാഗ്രഹം, മോഹം എന്നിവയാണ് നിന്നെ ബന്ധിച്ചിരിക്കുന്നത്. അതിൽ നിന്നും നിന്നെ വിടുവിച്ച് നീ ആരെന്ന് ആലോചിക്കുക. നിന്നിലെ നിന്നെ നിന്നിൽ തന്നെ അന്വേഷിക്കുക. നിന്നിലെ നിന്നെ അറിയുമ്പോൾ നീ ഈശ്വരനെ അറിയുന്നു. സ്വയം അറിയാത്തിടത്തോളം നരകയാതനകളിലേക്ക് പതിക്കും. ശ്ലോകം 26. ഗേയം ഗീതാനാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം. പരിഭാഷ: പാടിയിടണം ഗീതസഹസ്രനാമം ശ്രീകാന്തരൂപം മനസാ ഭജിക്ക. സത്സംഗമം ചേതസി ചേർത്തിടേണം. ദീനർക്കു ദാനം ധനമാതി നൽകാം. സാരം: ഭഗവത്ഗീത വായിക്കുക, വിഷ്ണു സഹസ്രനാമം വായിക്കുക, ലക്ഷ്മീകാന്തിനെ ഭജിക്കുക. അങ്ങനെ നിന്റെ മനസ്സിനെ ഈശ്വരനോട് കൂടുതൽ ചേർത്ത് നിർത്തുക. നീ പുണരുന്ന നിന്റെ ധനവും സമ്പത്തും ദരിദ്രർക്കു നൽകി ഈശ്വരനെ പുണരുവാൻ ശീലിക്കുക. ശ്ലോകം 27. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരുയത്നം വിഗ്രഹസന്ധൗ സർവസ്മിന്നപി പശ്യാത്മാനാം സർവത്രോ സൃജഭേദാജ്ഞാനം. പരിഭാഷ: പുത്രൻ സ്വമിത്രം രിപുബന്ധുവോടും ചങ്ങാത്തവും വേണ്ട, വഴക്കു വേണ്ട. ചിന്തിക്കയെല്ലാവരിലുള്ള സ്വത്വം താൻ തന്നെയാകും, വകഭേദമില്ല. സാരം: ശത്രു, മിത്രം, പുത്രൻ, ബന്ധു ഇങ്ങനെയുള്ള ചിന്തയിൽ അധിക സ്നേഹവും ശത്രുതയും പുലർത്തേണ്ട. നിന്നിലുള്ള സ്വത്വം, അതായത് ഈശ്വരൻ, എല്ലാവരിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ശ്ലോകം 28. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃ സുഖലേശ സത്യം
പുത്രാദവിധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി. പരിഭാഷ: അനർത്ഥമേകും ഭുവി അർത്ഥമേതും, ധനം തരില്ല ചിരമായ സൗഖ്യം, സ്വപുത്രനെയും ധനവാൻ ഭയക്കും, സർവസ്ഥലത്തും സ്ഥിതി പ്രകാരം. സാരം: ധനമാണ് ഒരുവന്റെ എല്ലാ നാശത്തിൻ്റെയും ഭയത്തിൻ്റെയും കാരണം. ധനം ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഒരിക്കലും നയിക്കുന്നില്ല. ധനവാൻ സ്വന്തം പുത്രനെ പോലും ഭയക്കുന്നു. ഈ അവസ്ഥ സാർവജനികമാണ്. ലോകത്തെവിടെയും ഇത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും.